അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ മക്ബറകൾ മഹാന്മാരുടെ ബറക്കത്ത് തേടിയിട്ട് സന്ദർശിക്കൽ സ്ത്രീകൾക്ക് നല്ലതാണ്. പക്ഷേ അതിന്റെ പേരിൽ ഔറത്ത് തുറന്നിട്ട് തെരുവിൽ ഇറങ്ങാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അന്യപുരുഷന്മാരുടെ കൂടെ കറങ്ങാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ചില നാടുകളിലൊക്കെ ഉണ്ട് വെക്കേഷൻ ആകുമ്പോ ഏർവാടി യാത്ര, മുത്തുപേട്ട യാത്ര, 40 ദിവസത്തെ യാത്ര, ആണും പെണ്ണും കൂടിക്കലർത്തിയിട്ട് ബസ്സിൽ ആളെയൊപ്പിച്ച് യാത്ര നടത്തുന്ന ചില ടൂറുകാരുണ്ട്. അങ്ങനെ ഒരു യാത്രാ പരിപാടിയിൽ ഇസ്ലാമിന്റെ ഒരുപാട് നിയമങ്ങളെ ലംഘിക്കുന്നുണ്ട്. അന്യപുരുഷനും അന്യ സ്ത്രീയും അതാ ഇടകലർന്ന് യാത്ര ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ മാന്യമായി ഔറത്ത് മറക്കാതെ യാത്ര ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അത് നാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യമല്ല. ചില നാടുകളിലെ കൗറൂസ് എന്ന പേരിൽ, ചന്ദനക്കുടത്തിന്റെ പേരിൽ പല പല കുലുമാലുകളും ബഹളവും നടക്കുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ ഉത്തരവാദികളല്ല, ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളെ കൊണ്ട് കഴിയും പോലെയെല്ലാം അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കാറുണ്ട്. തെക്കൻ കേരളത്തിൽ വലിയ അനാചാരങ്ങൾ നടക്കുന്ന ഒരു ഉത്സവമാണ് ഭീമാപ്പള്ളിയുടെ ഉറൂസിനോട് ചേർന്ന് നടക്കാറുണ്ടായിരുന്നത്. ഞാൻ ആ ഭീമാപ്പള്ളി മഹലിന്റെ പരിധിയിൽ പോയി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭാരവാഹികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മതപ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ പല അനാചാരങ്ങളും ഉള്ള കാരണത്താൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരമുറ്റത്ത് ഞങ്ങൾ പോയി അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അതിന്റെ അടുത്ത് വെച്ച് തന്നെ ഞങ്ങൾ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞ ദീൻ എടുത്തു പറയുന്ന മുതഅല്ലിമീങ്ങളാണ്. എങ്ങനെയാണ് മഹാന്മാരുടെ അനുസ്മരണം നടത്തേണ്ടത് എന്ന് പ്രായോഗികമായി ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ, ദീനിന്റെ ഒരു നിയമങ്ങളെയും നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. കുറെ ആളുകൾ അതാ ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ഇടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. വല്ലാത്ത കഷ്ടം തന്നെ. ഇസ്ലാമിന്റെ പേരിൽ അസ്മാ രീതിയിലുള്ള ചികിത്സകൾ ഉണ്ട്, അതില്ല എന്നല്ല. വെള്ളം മന്ത്രിക്കലുണ്ട്, നൂല് മന്ത്രിക്കലുണ്ട്, ഫാത്തിഹ ഓതിയിട്ട് ഊതലുണ്ട്. ചില ആളുകൾ അതിന്റെ പേരിൽ ചൂഷണം നടത്തുന്ന കള്ളമന്ത്രവാദികളുണ്ട്. ചിലർ അതിന്റെ പേരിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരുണ്ട്. ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല, കണക്കന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ അതാ മന്ത്രിക്കുന്നവരുണ്ട്, ചികിത്സിക്കുന്നവരുണ്ട്, ദീനിന്റെ ശിആറുകൾ പാലിക്കുന്നവരുണ്ട്. അവരെ സമീപിക്കുന്നത് കൊണ്ടോ ചികിത്സ ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല. അതേ സമയത്ത് അതിന്റെ പേരിലുള്ള കള്ളനാണയങ്ങളെ സമീപിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീൻ അതൊരു മേഖലയിലും ലംഘിച്ചുകൂടാ. ചില ആളുകൾക്ക് ഇതൊന്നും പറയാൻ നേരമില്ല. ഞങ്ങൾ ഇവിടെയുള്ള യാതൊരു അനാചാരത്തിനുമെതിരെ മിണ്ടൂല. കാരണം ഞങ്ങൾ എതിർത്താൽ ഇവിടെ വളർന്നു പോകുമെന്ന് വിചാരിച്ച് ഖബർ വരെ മൗനം ദീക്ഷിക്കുന്ന ആളുകളുണ്ട്. സമുദായത്തിൽ എന്തെല്ലാം അനാചാരം നടക്കുന്നു, സമുദായത്തിൽ എന്തെല്ലാം തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്നു, അതിനെതിരെ ശബ്ദിക്കാൻ ആളുകളില്ലാത്തൊരു കാലം വല്ലാത്ത ഘട്ടം തന്നെ. എന്തൊരു ദുഃഖമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആലിമീങ്ങൾ ആ ദൗത്യം നിർവഹിക്കണം. ഉത്തരവാദിത്തപ്പെട്ട മഹല്ല് ഭാരവാഹികൾ ആ ദൗത്യം നിർവഹിക്കണം. ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവിടെ വരുന്ന അനാചാരങ്ങളുടെ മുമ്പിൽ മൗനം ദീക്ഷിക്കാൻ പാടില്ല. നമ്മളിത് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കാനല്ല. ഞങ്ങളിവിടെ വേദിയൊരുക്കിയത്, ഞങ്ങളിത് പറയുന്നത് ലില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അല്ലാഹുവേ, ഒരു സംഘാടകരും എന്തു തന്നാലും അതെല്ലാം ദുനിയാവിൽ പരിമിതപ്പെടുന്നതാണ്. ഞങ്ങളിവിടെ നിന്റെ ദീന് പറയുന്നത് നിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ആ ഒരു ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. 4 കഥ പറഞ്ഞ് പാട്ടുപാടി സുഖിപ്പിച്ചു പോകാൻ അറിയായിട്ടല്ല. പക്ഷേ ജനങ്ങൾ ഹറാമ് ചെയ്യുമ്പോൾ അതിലേക്ക് പെടരുതേ എന്ന് പറയൽ മുതഅല്ലിമീങ്ങളുടെ ബാധ്യതയാണ്. നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി തള്ളുമ്പോൾ അത് കടുത്ത തെറ്റാണെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതേ സമയത്ത് ചില ആളുകൾ ചില നാടുകളിൽ വരുന്നുണ്ട്, ആരെയും വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഏത് ബാത്തില് കണ്ടാലും മിണ്ടാതിരിക്കുന്നവർ, ഏത് ബിദ്അത്ത് വന്നാലും കുലുങ്ങാതിരിക്കുന്നവർ, ഏത് തോന്നിവാസം കണ്ടാലും എതിർക്കാതിരിക്കുന്നവർ വല്ലാത്ത ദുരന്തമല്ലേ.
കല്യാണ വീടുകളിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് റബ്ബേ നടക്കുന്നത്. എന്തേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം ദീക്ഷിക്കുന്നത്? വല്ലാത്ത കഷ്ടം തന്നെ. അതാ സിനിമയെ തോൽപ്പിക്കുന്ന വീഡിയോ സംവിധാനങ്ങളല്ലേ ഇന്ന് ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടത്തുമ്പോൾ ഈ സമുദായത്തിന്റെ രക്ഷിതാക്കൾ വെച്ചുകൊണ്ട് കൊണ്ടാടുന്നത്. കടുത്ത ഹറാമല്ലേ? പുതിയ പെണ്ണൊരുങ്ങുന്നതും പുതിയാപ്പള വന്ന് പാല് കൊടുക്കുന്നതും പുതിയ പെണ്ണിന്റെ ഉമ്മയിരുന്ന് ആടുന്നതും ടിവിയിലൂടെ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ കാണിച്ചിട്ട് അനാചാരത്തിന് കൂട്ടുനിൽക്കുന്ന ഉമറാക്കളെ, അത് വ്യാപകമാകുന്ന മിണ്ടാതിരിക്കുന്ന ഖതീബുമാരെ, സമുദായം ഒരുപാട് തെറ്റ് ചെയ്യുമ്പോഴും മിണ്ടുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് മൗനം ദീക്ഷിക്കുന്ന ഉത്തരവാദിത്വമുള്ളവരെ, അല്ലാഹുവിന്റെ ദീനിങ്ങനെ പൊളിയുന്നത് മിണ്ടാതെ കൈകെട്ടിയിരിക്കാൻ പറ്റുമോ?